പലപ്പോഴും ദുനിയാവിലെ ഒരുപാട് സങ്കടങ്ങൾ പങ്കുവെക്കുമ്പോൾ കുടുംബത്തിലെ അംഗങ്ങൾ നമ്മളോട് പറയും, നിങ്ങളിങ്ങനെ ടെൻഷൻ അടിച്ചിട്ട് വല്ല രോഗവും വരും, നിങ്ങളിങ്ങനെ ടെൻഷൻ അടിച്ച് നടന്നാൽ വല്ല അസുഖവും വരും, അല്ലേ? മനുഷ്യ മനസ്സിനെ വേദനിപ്പിക്കുന്ന ആ വിധത്തിൽ ടെൻഷൻ മനുഷ്യന്റെ മനസ്സിൽ കുമിഞ്ഞുകൂടിയാൽ അത് അവന്റെ ശരീരത്തെ ബാധിക്കും. മഹാന്മാരായ പ്രവാചകന്മാർക്കൊക്കെ ടെൻഷൻ അവരുടെ ഖൗമ് നന്നാകാത്തതിലായിരുന്നു. നമുക്കൊക്കെ ടെൻഷൻ നമ്മുടെ ദുന്യാവ് നന്നായി കിട്ടാത്തതിലാണ് എന്നുള്ളതാണ് വ്യത്യാസം. ഷുഅറാഇന്റെ തുടക്കത്തിലും നമുക്കിതേപോലെ ഒരു പ്രയോഗം കാണാൻ സാധിക്കും. 3-ാമത്തെ ആയത്ത്, ലഅല്ലക ബാഖിഉൻ നഫ്സക അല്ലാ യകൂനൂ മുഅ്മിനീൻ. ലഅല്ലക ബാഖിഉൻ നഫ്സക, താങ്കളുടെ ജീവൻ അപകടത്തിലായേക്കാം. എന്തിന്റെ പേരിൽ? അല്ലാ യകൂനൂ മുഅ്മിനീൻ, അവരൊന്നും മുഅ്മിനീങ്ങളായി തീരുന്നില്ലല്ലോ എന്നോർത്ത് സങ്കടപ്പെട്ടിട്ട് നിങ്ങളുടെ ജീവനെ തന്നെ നശിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് പോകരുത്. അതാണ് അവിടെ നഹീന്റെ അർത്ഥമുണ്ട് എന്ന് ചില മുഫസ്സിരീങ്ങൾ പറഞ്ഞത്. അവിടെ ലഅല്ലക എന്നുള്ളടത്ത് നിങ്ങൾ ഇങ്ങനെ നിങ്ങളുടെ മനസ്സിൽ ലാ തബ്ഖൽ, നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ എന്ത് ചെയ്യരുത്? നശിപ്പിക്കരുത്, നിങ്ങളുടെ ജീവനെ അപകടത്തിലാക്കരുത്. എന്തിന്? ആളുകൾ നിങ്ങൾ പറഞ്ഞിട്ട് കേട്ട് വിശ്വസിക്കാത്തതിന്റെ പേരിൽ ഇങ്ങനെ വിഷമിച്ചിട്ട് ജീവൻ അപകടപ്പെടുത്തരുതേ എന്ന കൽപ്പനയും ആ നിർദ്ദേശവുമാണ് ഇതിൽ അടങ്ങിയിട്ടുള്ളത് എന്ന് ചില മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തിയത്. അതുകൊണ്ടാണ് രണ്ടായാലും ഒരേപോലെ തന്നെയാണ്, ഉദ്ദേശം തന്നെയാണ് അവസാനം ചെന്നെത്തുന്നത്. കാരണം അത്ര നബി വിഷമിച്ചിരുന്നു. എൻ്റെ സമൂഹത്തിൻ്റെ പിന്നാലെ രാപ്പകലില്ലാതെ നടന്നിട്ട് ഒരു മാറ്റവും വരുന്നില്ലല്ലോ, അവർ കൂടുതൽ കൂടുതൽ നിഷേധികളാവുകയാണല്ലോ എന്ന സങ്കടം അള്ളാഹിൻ്റെ റസൂലിന് എപ്പോഴും ഇങ്ങനെ ഉണ്ടായിരുന്നു. എൻ്റെ ആശ്വസിപ്പിക്കലാണത്. മറ്റൊരു സ്ഥലത്ത് നമുക്ക് സൂറത്ത് ഫാത്തിറിലെ 8-ാമത്തെ ആയത്തിൽ ഇതേ ആശയം നമുക്ക് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അവിടെയും അല്ലാഹു സുബ്ഹാനഹു വ തആല സമാശ്വസിപ്പിക്കുന്നത് കാണാൻ സാധിക്കും. സൂറത്ത് ഫാത്തിർ 8-ാമത്തെ ആയത്തിൽ, അഫമൻ സുയ്യിന ലഹു സൂഉ അമലിഹി ഫറആഹു ഹസന ഫഇന്നല്ലാഹ യുദില്ലു മൻ യശാഉ വയഹ്ദി മൻ യശാ ഫലാ തദ്ഹബ് നഫ്സുക അലൈഹിം ഹസറാത്ത് ഇന്നല്ലാഹ അലീമും ബിമാ യസ്നഊൻ. തങ്ങളുടെ പ്രവർത്തനങ്ങളെയൊക്കെ, ഏത് ചീത്ത പ്രവർത്തനം ചെയ്യുമ്പോഴും അതൊക്കെ വേണ്ട തന്നെയാണ്, നല്ല തന്നെയാണ് എന്ന് തോന്നുന്ന കുറേ ആളുകളുണ്ട്. അവരെന്ത് ചെയ്താലും അത് അവർക്ക് നല്ലതായിട്ടാണ് അവർക്ക് തോന്നുന്നത്. അതൊക്കെ നമ്മളെ കൈകളിൽ പെട്ടതല്ല. നബിയെ, നിങ്ങളതോർത്തൊന്നും വിഷമിക്കണ്ട. ഹിദായത്തൊക്കെ അള്ളാന്റെ തീരുമാനമാണ്. എന്നിട്ട് പറഞ്ഞ വാചകമാണ് ഞാൻ നിങ്ങളെ പ്രത്യേകം കേൾപ്പിക്കുന്നത്. ഫലാ തദ്ഹബ് നഫ്സുക അലൈഹിം ഹസറാത്ത്. ഹസറത്ത് എന്ന് പറഞ്ഞാൽ സങ്കടവും ദുഃഖമൊക്കെയാണ്. സങ്കടവും ദുഃഖവുമൊക്കെ വർദ്ധിപ്പിച്ചിട്ട് നിങ്ങളുടെ ജീവനെ നിങ്ങൾ പോക്കരുത്, നിങ്ങളെ ജീവൻ പോകരുത്. അവിടെ ചില കാര്യങ്ങൾ ഇപ്രകാരം ഒരു പാരായണവും കൂടി ഉണ്ട്. അവിടെ ഫലാ തുദ്ഹിബ് നഫ്സക എന്നൊരു ഖിറാഅത്തും അവിടെ ഉണ്ട്. അങ്ങനെ ഒരു വായനയും അവിടെ ഉണ്ട്. പക്ഷെ ഭൂരിപക്ഷവും വായിച്ചത് എങ്ങനെയാണ്? ഫലാ തദ്ഹബ് നഫ്സുക. ചില ഖാരിഈങ്ങൾ അവിടെ വായിച്ചത് എങ്ങനെയാണ്? ഫലാ തുദ്ഹിബ് നഫ്സക, നിങ്ങളുടെ ജീവനെ നിങ്ങൾ പോക്കിക്കളയരുത് എന്നാവുക അർത്ഥം. എന്തിന്? ഇവർ വിശ്വസിക്കാത്തതിന്റെ പേരിൽ സങ്കടപ്പെട്ടിട്ട്. ഇങ്ങനെ വിശുദ്ധ ഖുർആൻ പലയിടത്തും ഇതേപോലെയുള്ള സമാശ്വസിപ്പിക്കലിന്റെ വചനങ്ങൾ പറഞ്ഞതായി കാണാൻ സാധിക്കും. സൂറത്തുൽ അൻആമിലെ 33-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നുണ്ട്, വളരെ കൃത്യമായി റബ്ബ് പറയുന്നുണ്ട്, ഖദ് നഅലമു ഇന്നഹു ലയഹ്സുനുക അല്ലദീ യഖൂലൂന. നബിയേ, അവര് പറയുന്ന കാര്യങ്ങളൊക്കെ ഓർത്തിട്ട് നിങ്ങൾ വല്ലാതെ സങ്കടപ്പെടുക തന്നെ ചെയ്യുന്നുണ്ട് എന്ന കാര്യം നാം നന്നായി മനസ്സിലാക്കിയിട്ടുണ്ട് നബിയേ എന്ന് അള്ളാന്റെ റസൂലിനോട് പറയുന്നുണ്ട്. അള്ള മനസ്സുവല്ലാതെ വേദനിക്കുന്നുണ്ടല്ലേ? അല്ലാത്ത സങ്കടം ജനതയുടെ ഈ നിങ്ങളെപ്പറ്റി പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ അതൊക്കെ ഓർത്തിട്ട് വല്ലാതെ സങ്കടപ്പെടുന്നുണ്ടല്ലേ എന്ന് അള്ളാഹുവിൻ്റെ റസൂലിനോട് അള്ളാഹു സമാശ്വസിപ്പിക്കുന്നുണ്ട്. സൂറത്ത് ഹിജ്റിലെ 97-ാമത്തെ ആയത്തിൽ അള്ളാഹു സമാധാനിപ്പിക്കുന്നുണ്ട്, വലഖദ് നഅലമു അന്നക യദീഖു സദ്റുക
ബിമാ യഖൂലൂൻ. നബിയേ വലഖദ് നഅലമു, തീർച്ചയായും നമുക്ക് നന്നായിട്ടറിയാം. എന്ത്? അന്നക യദീഖു സദ്റുക, നിങ്ങളുടെ നെഞ്ചകം വല്ലാതെ ഇടുങ്ങുന്നുണ്ട്, നിങ്ങളെ മനസ്സ് വല്ലാതെ തിങ്ങുന്നുണ്ട്, ചങ്ക് തിങ്ങുന്നുണ്ട്, വിങ്ങുന്നുണ്ട്. അള്ളാന്റെ റസൂലിനോട് അള്ളാഹു പറയാണ്, അയാളുടെ മനസ്സ് വല്ലാതെ വേദനിക്കുന്നുണ്ട് എന്ന് നമ്മൾ അറിയുന്നുണ്ട്. എന്തിന്? ബിമാ യഖൂലൂൻ, അവരീ പറയുന്നതൊക്കെ. എത്ര ആത്മാർത്ഥായി ഉപദേശിച്ചാലും അള്ളാന്റെ റസൂലിനെ നോക്കിയിട്ട് പറയും, ഇവൻ കുഴപ്പമുണ്ടാക്കുകയാണ്, ഇവൻ നാട്ടിൽ വിത്തനുണ്ടാക്കുകയാണ്, ഇവൻ മജീഷ്യനാണ്, ഇവൻ മാരണക്കാരനാണ്, ഇവൻ കേവലം പാട്ടുകാരനാണ്, കവിയാണ്. അല്ല, ഇവന് തലക്ക് സുഖല്ല, ഇവന് വട്ടാണ്, ഇവന് ഭ്രാന്താണ്, ഇവൻ ജ്യോത്സ്യനാണ്, ഇവൻ പിച്ചുമ്പേയും പറയാണ്. ഇങ്ങനെ ഈ മറുപടി കേട്ട് 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 അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ മനസ്സൊക്കെ വിഷമിച്ചപ്പോ അവിടെ ഞാൻ അവസാനം കേൾപ്പിച്ച സൂറത്ത് ഹിജ്റിലെ 97-ാമത്തെ ആയത്തിനെ തുടർന്നുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വേറൊരു കാര്യം കൂടെ പറഞ്ഞു. അവിടെ പറഞ്ഞത് എന്താണെന്നറിയോ? അതിനോട് ചേർത്തുകൊണ്ട് അള്ളാഹു പറഞ്ഞു, ഫസബ്ബിഹ്, അള്ളാഹുവിനെ ധാരാളമായി പുകഴ്ത്തിക്കോളൂ, അള്ളാഹുവിനെ ധാരാളമായി മഹത്വപ്പെടുത്തുക, പുകഴ്ത്തുക എന്നവിടെ പറഞ്ഞതായി കാണാൻ സാധിക്കും. ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വകും മിനസ് സാജിദീൻ. ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വകും മിനസ് സാജിദീൻ. ശരിക്കും അവിടെ ഒരു പോയിന്റ് നമ്മൾ മനസ്സിലാക്കണം. എന്താണ് ഇവിടെ അള്ളാഹ് പറയുന്നത്? നമുക്ക് നന്നായിട്ടറിയാൻ നബിയെ, നിങ്ങളെ നെഞ്ച് വല്ലാതെ തിങ്ങുന്നുണ്ട്, നിങ്ങളെ മനസ്സിന് ഭയങ്കര ടെൻഷൻ ഉണ്ട് നമുക്കറിയാം. എന്തിന്? ബിമാ യഖൂലൂന, നിങ്ങളുടെ പ്രബോധിത സമൂഹം നിങ്ങളെപ്പറ്റി പറയുന്നത് കേൾക്കുമ്പോ വലിയ വിഷമുണ്ട് എന്ന് നമുക്കറിയാം. എന്നിട്ട് പറയുന്ന വാചകം നോക്കൂ, ഫസബ്ബിഹ് ബിഹംദി റബ്ബിക, താങ്കളുടെ റബ്ബിന്റെ ഹംദും പറഞ്ഞു സ്തുതികീർത്തനങ്ങൾ അധികരിപ്പിച്ചോളൂ. വകും മിനസ് സാജിദീൻ, നിസ്കാരം നിർവഹിച്ചോളൂ, സുജൂദിൽ കിടന്നോളൂ. മനസ്സിന് ടെൻഷൻ വരുമ്പോൾ അത് നീങ്ങാനുള്ളൊരു മാർഗം അതിൽ സൂചനയുണ്ട് എന്ന് മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തുകയാണ്. നമ്മളെ മനസ്സ് വല്ലാതെ തിങ്ങുമ്പോൾ അതിന് ആത്മഹത്യയല്ല പരിഹാരം. മദ്യം കഴിച്ച് കുറച്ചു നേരത്തേക്ക് എല്ലാം മറക്കാനുള്ള വഴികൾ തേടലല്ല പരിഹാരം, മറ്റൊന്നുമല്ല പരിഹാരം. റബ്ബല്ലാത്തവരുടെ കാൽക്കൽ പോയി സുജൂദ് ചെയ്യലോ, അവർക്ക് നേർച്ച വഴിപാടുകൾ അർപ്പിക്കലോ, അവരോട് പ്രാർത്ഥിക്കലോ, അവരുടെ മുമ്പിൽ പോയി സങ്കടം പറഞ്ഞ് അവരിൽ നിന്ന് മനസ്സമാധാനം തേടലോ ഒന്നുമല്ല പരിഹാരം. മനസ്സ് തിങ്ങി വിങ്ങുമ്പോ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക, യജമാനനായ താങ്കളുടെ റബ്ബിനെ ധാരാളമായി സ്തുതിച്ചോളൂ. സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി. തസ്ബീഹ് ചെല്ലുന്നതിലൂടെ നമ്മുടെ ടെൻഷനുകൾ നീങ്ങും. ദിക്റുകളിലൂടെ, തസ്ബീഹ് മാത്രല്ല, ദിക്റുകൾ നമ്മുടെ മനസ്സുകൾക്ക് വലിയ ആശ്വാസം പകരും. വകും മിനസ് സാജിദീൻ, സുജൂദ് ചെയ്യുന്നവരിൽ ആയിക്കോളൂ താങ്കൾ എന്ന് പറഞ്ഞാൽ നിസ്കാരം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സഹാബത്ത് പറയുന്നുണ്ട്, കാന ഇദാ ഹസബഹു അംറുൻ ഫസിഅ ഇലസ്സലാഹ്. അല്ലാഹുവിന്റെ റസൂലിന്റെ മനസ്സ് വല്ലാതെ തിങ്ങ് പേടിക്കേ ബേജാറാകുകയൊക്കെ ചെയ്താൽ വേഗം നിസ്കാരത്തിലേക്കാണ് പോകും, നിസ്കാരത്തിലേക്കാണ് പോകുന്നു. നിസ്കരിച്ചാണ് കഴിയുമ്പോൾ ഒക്കെ അടങ്ങുന്നു. അള്ളാഹിനോടാണ് പറയണം, അള്ളാഹിനോടാണ് സങ്കടപ്പെടുകയാണ്. കൈകെട്ടിയാണ് നിന്ന് നിസ്കാരം തീരുന്നതോടുകൂടി ആ വിഷമം നീങ്ങുകയാണ്. വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ എന്നാണ് അതിൻ്റെ അവസാനം. ആരെന്തു പറയട്ടെ, ആളുകൾ പലപ്പോഴും നമ്മളെക്കുറിച്ച് പലതും പറയും, ഇല്ലാത്ത ദുരാരോപണങ്ങൾ പറയും. എന്തും പറഞ്ഞു മനസ്സ് തളർത്തി പ്രബോധന രംഗത്തു നിന്ന് പിന്മാറ്റാൻ നോക്കും. അതൊന്നും ശ്രദ്ധിക്കാതെ അവഗണിച്ചേക്ക് നബിയെ. വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ, മരണം വരെ യജമാനനായ താങ്കളുടെ റബ്ബിനെ ആരാധിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കോളൂ. നിങ്ങൾക്ക് അത്രേ ബാധ്യതയുള്ളൂ, വിഷമിക്കണ്ട എന്നാണ് ആ സമാധാനിപ്പിക്കുന്നത്.